ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വള മേടിച്ചു. വാലേക്കും അസ്സലാം. ഇപ്പൊ ഞാൻ ചാർജ് ചെയ്യുന്നത് 3000 ആണ്. രണ്ട് കൈ കട്ട്ലാച്ചി ബാട്ടത്തില് സൊറോട്ടി. സ്വന്തം മകന്റെ മുട്ട എന്ന നിലയില് അല്ല സ്വന്തം മുട്ട. ഇത് തന്നെ സ്പെഷ്യല് പൈനാപ്പിൾ സുഫ്ലി. ഞാൻ കട്ട് കൊണ്ടുവരുന്ന എല്ലാരും കാണൂലേ. ഞാൻ പറഞ്ഞു നോക്കുമ്പോ എല്ലാരും മഞ്ഞ ഡ്രസ് കഴിഞ്ഞിട്ടുള്ള ബുക്കിംഗ് ഇപ്പൊ വന്ന്. ഹായ് ഗൈസ്, എല്ലാവർക്കും ഈദ് മുബാറക്. സോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഏതെങ്കിലും ഒന്ന് പറയും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേർ ഈസ് നജോബി. പെരുന്നാളിന്റെ ഡ്രസ്സാണ്. ഞങ്ങള് നിക്കാഹ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പെരുന്നാൾ ഡ്രസ്സാണ്. പെരുന്നാളാണ്. അതുകൊണ്ട് ഞങ്ങൾ മാച്ചിങ് ഔട്ട്ഫിറ്റ് ആണ് ഗൈസ്. അബിച്ചാസ് ഓൺലി ഫേവറേറ്റ് ബ്ലാക്ക് ആണ്. എനിക്കിഷ്ടമൊന്നുമില്ല ബ്ലാക്ക്, പക്ഷെ അങ്ങനെയുണ്ട്. ഇത് അബിച്ച ഡിസൈൻ ചെയ്തതാണ്. നമ്മളെ യാരിഷിലുള്ളതാണ്. നമ്മൾ ലോഞ്ച് ചെയ്യൂലേ. നമ്മള് പാപിച്ചന്റെ കല്യാണം കഴിഞ്ഞ ഞങ്ങളെ വീട്ടിലാണ്. അപ്പൊ രാവിലെ ബ്ലോഗ് എടുക്കാൻ പറ്റിയില്ല, രാവിലത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യും. അത് ചെറിയ പെങ്ങള്, അത് എൻ്റെ കുട്ടിപ്പെങ്ങള്. ബാക്കി വിശേഷങ്ങൾ കാണാം. ഓക്കെ, ആയി വരെ. ഇതെൻ്റെ ചെറിയ പെങ്ങൾ. വലിയ പെങ്ങളകത്തുണ്ട്. വലിയ പെങ്ങളും എന്റെ ഡ്രസ്സിനെ കുറിച്ച് എന്തായാലും അഭിപ്രായം പറയണം. വള എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ വള മേടിച്ചു. കുപ്പിവളയിൽ 10 സാധാ വളയും മേടിക്കില്ലല്ലോ. ഇതപ്പോ എന്റെ സിസ്റ്ററിന്റെ വീടാണ്. ഇതിന്റെ പുതിയ ചെരുപ്പ്. ഇത് ഫാത്തിമ റുക്സാനന്റെ വീട്ടിൽ കഴിയുമ്പോ ഇപ്പൊ വന്ന ഇവിടെ എന്ത് സ്പെഷ്യൽ നോക്കാം നമുക്ക്. ഇതെന്റെ ഉപ്പാക്ക് എന്ത് ഇതും പാർക്ക് പറഞ്ഞത് എല്ലാവരും വെച്ചും പറഞ്ഞ ഇവിടെ കുറേ പലഹാരമെല്ലാം ഉണ്ട്. ചോദിക്കാൻ പറ്റും, ചോദിക്കാം. പറയോ. ഓ, ഇതാണ് എന്റെ വലിയ സഹോദരി ഫാത്തിമ റുക്സാന. അല്ല റുക്സാന. എല്ലാവർക്കും ഈദ് മുബാറക്. പറയാ എല്ലാവർക്കും ഇത് മാറും. എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ കുറച്ച് മറ്റേ വീഡിയോയില് കണ്ടല്ലേ എല്ലാരും. അപ്പൊ അങ്ങനെ എല്ലാവർക്കും ഈദ് മുബാറക്. ഒരു വട്ടം പറഞ്ഞത് കടികളുണ്ട് കൊറേ. ഞാൻ പറഞ്ഞു കൊടുക്കാം. സ്പെഷ്യൽ എന്തിന് കട്ട്ലാച്ചി ബാട്ടത്തില് സൊറോട്ടി. നമ്മളോടെ സൊറോട്ടി. പിന്നെ ഫാത്തിമ എന്തെല്ലാം സ്പെഷ്യൽ? ഒരു മിനിറ്റിന് മുന്നേ പറയട്ടെ. നമ്മളെ വീട്ടില് ഇത്രയും കൊല്ലായിട്ട് അല്ല മീൻസ് പായസം, കസ്റ്റാർഡോ അല്ലെങ്കിൽ അങ്ങനത്തെ പേസ്ട്രി ടൈപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ ഷുഗർ ഐറ്റംസ് ഉണ്ടാവില്ലേ. ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആണ് ഗൈസ്. ഫുൾ പൊരിക്കടികളാണ്. അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കായിരുന്നു. പക്ഷെ അപ്പോഴേക്ക് റുക്കും അല്ല പാത്തവും ഉമ്മയും കൂടി പെട്ടെന്ന് ഉണ്ടാക്കി. അതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രി എത്തിയത്. ഇനി ഇവിടെ പറയട്ടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്. സ്പെഷ്യൽ എന്ത് പറയും? ബാട്ടത്തില് കട്ട്ലാച്ച, ഈത്തപ്പഴം കായച്ച, പിന്നെ കേക്കപ്പം സൊറോട്ടയിലുണ്ട്. നമ്മൾ ചുട്ടിച്ച കട്ട്ലൈറ്റ് അല്ല, കട്ട്ലാച്ചക്ക് മറ്റേ മസാല ഇട്ടില്ലേ. മസാല കാച്ച എന്തെങ്കിലും പേര് നമുക്ക് എന്തെങ്കിലും പറയാം. ഇതാണ് ഞങ്ങൾ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യല് കായച്ച, ഈത്തപ്പഴം കാച്ച, കട്ട്ലാച്ച, ഇത് മറ്റേ കടല, ഇത് ബാട്ടത്തില്, ഇത് പൊരിയുണ്ട്. അപ്പൊ അത്തപ്പുറത്ത് അത് ഇത് തന്നെ സ്പെഷ്യല് പൈനാപ്പിൾ സുഫ്ലി. അത് ഗ്രേപ്പ് ജ്യൂസ്. നോക്കട്ടെ ഉപ്പാന്റെ സ്പെഷ്യൽ നോക്കട്ടെ. മാഷാഅല്ലാഹ് അളിയൻ വന്നു. സ്റ്റോറി ഇടോ? QR കോഡ് ഞാൻ തരാം. അതാ വേണ്ട. ഞാൻ ഡിസൈൻ ചെയ്ത ഡ്രസ്സിനെ കുറ്റം പറയുന്ന എൻ്റെ പെങ്ങള്.
എന്ത് ഇതിനെന്ത് കുഴപ്പമുള്ള പറയും. ഇത്രയും മൈലാഞ്ചി ഡിസൈൻ ഞാൻ ഫാഷൻ ഡിസൈനർ പഠിച്ചിട്ടാന്ന് മാത്രം. ഗായ്സ് എൻ്റെ ആപിച്ച എനിക്ക് കിട്ടുന്ന മൈലാഞ്ചിയാണ് ഗായ്സ്. ബുക്കിംഗ് ഞങ്ങൾ എടുക്കുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ കുറേ ബുക്കിംഗ് വന്നിക്കുന്നത്. 20 വർഷം കഴിഞ്ഞിട്ട് കെട്ടാൻ പോണ കുട്ടിക്ക് അതറിഞ്ഞിട്ട് എനിക്ക് ഇപ്പൊ കുഞ്ഞിക്ക് 1 വയസ്സ് 20 കൊല്ലം കഴിഞ്ഞിട്ടുള്ള ബുക്കിംഗ് ഇപ്പൊ വന്ന്. അപ്പം ഞങ്ങൾ യൂട്യൂബ് ത്രൂവും ബുക്കിംഗ് എടുക്കുന്നുണ്ട്. കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാറുണ്ട്. അഡ്വാൻസ് 100 രൂപ വെച്ചിട്ട് നമ്മൾ എടുക്കുന്നുണ്ട്. ചെരുപ്പ് പാത്തിമ കൊണ്ടുപോയി. ഫാത്തിമ ഡ്രസ്സോ? ഫാത്തിമാന്റെ ഡ്രസ് ഞാൻ വയ്യ നോക്കുമ്പോ സുരേഷ് ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയ പെരുന്നാൾ റോട്ടില് ഫുള്ളി ഡ്രസ്. ഫാത്തിമ വൈമാട്ടിന്ന് എടുത്തല്ലോ ഫുള്ളി ഡ്രസ് തന്നെ നോക്കുമ്പോ എല്ലായിടത്തും. വൈമാട്ടില്ല റുക്സാന 100 പീസ് എടുത്തില്ലല്ലോ, 100 പോവില്ലേക്ക് പോയതല്ലോ. പിന്നെ എന്ത് നമ്മ ഇപ്പൊ വീഡിയോ എടുക്കുന്ന നമ്മ ഇതെല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഇനിയിപ്പോ പള്ളി പോകാനല്ലേ, ഇന്ന് ഫ്രൈഡേ അല്ലേ, പള്ളി പോയി വന്നിട്ടായിട്ട്. നീ എപ്പ വരുന്ന പോർക്ക്? രാത്രി ഇനെന്ത് പറയുന്ന കോഴിക്കോട് തേങ്ങ അല്ല തേങ്ങാപ്പൊളി. തേങ്ങാപ്പൊളിയല്ലേ ചെപ്പ് ചെപ്പ് തേങ്ങാപ്പൊളി. തേങ്ങ ചെപ്പ് തേങ്ങാപ്പൊളി അല്ലെങ്കിൽ തിന്നുന്ന സാധനം. അളിയന്റെ അടുത്ത് ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഇതെന്തിനാ ഇവിടെ ഇട്ടേ? അല്ല ഞാനൊരു കാര്യം ചെയ്യും, സ്വന്തം മകന്റെ മുട്ട എന്നിവിടെ അല്ല സ്വന്തം മുട്ട എന്നിന് ഇവിടെ കിട്ടും. മുട്ട കോയിന്റെ മുട്ട പോലെ അല്ലേ തെങ്ങിന്? ചെറിയ കിറുക്കുണ്ട് കേസ്. അളിയൻ നട്ട മായിനെ കുറിച്ചിട്ട് പറയും, മായിനെ കുറിച്ച് പറയും. അതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ അയക്കണേ, സ്കാനർ അതല്ല ഞാൻ ചോദിക്കട്ടാ, അതിന് ട്രീറ്റ്മെന്റ് വളമിട്ട് എന്നിട്ട് കുടിച്ചാ എന്നിട്ട് കുടിച്ചാ. ഇത് ഈ മാവ് നിങ്ങൾക്ക് എവിടെയും കണ്ടിട്ടുണ്ടാവും ഇങ്ങനത്തെ മാവ്? മാങ്ങ കുടിക്കാത്ത മാവ്. ഈ മാവ് ഞങ്ങൾക്ക് ഇപ്പൊ ഈ തൈന്റെ ഫോട്ടോ, ഈ മാവിന്റെ ചെടീന്റെ ഫോട്ടോ കണ്ടിട്ട് നമുക്ക് ബ്രസീലിന്റെ കോള് വന്ന് എന്തിന് മാങ്ങ പിടിച്ചിട്ട് പിന്നെ അടുക്കാക്കാം കുടിച്ചില്ലേ? മാങ്ങ ഇതുവരെ കുടിച്ചിട്ടാ, നാട്ടിൽ ഇതുവരെ കുടിച്ചിട്ടാ. ഇത് ഞാൻ എന്റെ 30 വർഷത്തില് തിന്നതില് ഏറ്റവും നല്ല 28 വർഷം ഏറ്റവും നല്ല മാങ്ങ മുസംബി ഉണ്ട്. മുസംബി അല്ല, എന്ത് അതെന്ത്? ചെറുപുളി ചെറുനാരങ്ങാന കണ്ടിട്ട് മുസംബി എന്ന് പറഞ്ഞ പോളാണ്. പിന്നെ സപ്പോട്ട, ചിക്കു. ഞങ്ങൾ ഫുള്ള് കൃഷി കുടുംബമാണ് ഗൈസ്. പാരമ്പര്യമായിട്ട് കൃഷി. ചിക്കു നീ തിന്നെങ്കിലേ നീ എടുത്ത് ഞാൻ പറിച്ചിട്ട് തോന്നി. നല്ലുണ്ട്. ഫോട്ടോഗ്രാഫർ ആപിച്ച കർഷകൻ. ആരിങ്ങളാ കണ്ടിട്ടേ എന്റെ കൃഷി ഇങ്ങോട്ടേക്ക് നോക്കണം. ഇങ്ങോട്ട് തിരിണ്ടാവും. ഞാൻ പോക്കറ്റിലേക്ക് ഇട്ട് നിൽക്കുന്ന പ്രശ്നമുണ്ടോ? എനിക്ക് ഇവിടെ സ്വാതന്ത്ര്യമില്ല, പോക്കറ്റിലേക്ക് ഇടാനുള്ള സ്വാതന്ത്ര്യമില്ല. ഫോട്ടോ ആ എന്നെ വാങ്ങ മഷാ നോക്കട്ടെ. അങ്ങനെ ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഫുഡ് കഴിച്ചില്ല. നമുക്ക് വ്ളോഗ് എടുക്കാൻ പറ്റുന്നില്ല, ഫുൾ തിരക്കാണ്. നമ്മൾ അതിന്റെ ഇടയില് നമ്മള് ആവിച്ചന്റെ മൂത്താപ്പന്റെ മുള വിട്ടു പോയി. പക്ഷെ അതൊക്കെ ഞാൻ മറന്നുപോയി. എനിക്ക് രണ്ടും കൂടി മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മള് എന്റെ ഉപ്പാന്റെ സിസ്റ്ററിന്റെ ആടെയും കൂടി പോവാ. ഞങ്ങളെ പെരുന്നാളില്ലെങ്കിൽ എല്ലായിടത്തും പോകും. ഫുൾ കുടുംബ ബന്ധം പുലർത്തൽ, ഫുൾ വൈബ് തന്നെ. വൈകുന്നേരം ആകുമ്പോ എല്ലാരും വരും വീട്ടിക്ക്. വൈകുന്നേരം വീട്ടിൽ ഫുള്ള് വൈബായിട്ട് ഇപ്പൊ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോവായിരിക്കും. പക്ഷെ അല്ലേ കോഴിക്കോടിനേക്കാൾ ചൂടുണ്ട് കാസർഗോഡ്. ചൂട് ഭയങ്കര ചൂടാണ്, പുറത്തിറങ്ങാനും മടിയാണ്. നമ്മള് ഫോട്ടോ എടുത്തിട്ടില്ല, വീഡിയോ എടുത്തിട്ടില്ല, വെയിലോണ്ട് ഊക്കോണ്ട്. പള്ളിന്ന് ഇറങ്ങിയിട്ട് സിസ്റ്ററിന്റെ അവിടെ പോയിട്ട് വന്നിട്ടാകുമ്പോ പള്ളി പോവാനായി. പള്ളി പോയിട്ട് വന്നിട്ടാകുമ്പോ പിന്നെ അതേമാതിരി ഇപ്രാവശ്യത്തെ പെരുന്നാളിന് എനിക്ക് കുറച്ചും കൂടി ഇരട്ടി മധുരം. എനിക്ക് ഇഷ്ടമുള്ള കുറച്ച് പേർക്കെല്ലാം എന്താ പറയാ പെരുന്നാ പൈസ കൊടുക്കുന്ന ഞാൻ കുറെ എന്താ പറയാ വാച്ചിക്ക് ഡ്രസ് എടുത്തെടുത്ത് എല്ലാം കൊണ്ടും ഞാൻ ഹാപ്പിയാണ് ഗൈസ്. അല്ലേ? അടിപൊളിയല്ലേ?
ഇൻഷാല്ലാ അടുത്ത പെരുന്നാളിന് ഇതിനേക്കാളും ചെയ്യാൻ പറ്റട്ടെ എന്ന് ഞാൻ വിചാരിക്കും. അടുത്ത പെരുന്നാൾ നമുക്ക് അടിപൊളിയാക്കാം. ഇത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് ഇനി കുറെ കാര്യങ്ങളുണ്ട്. ഫാമിലിന്റെ അടുത്ത് പോവാണ്ട്, പിന്നെ രാത്രി ഇതിന്റെ കോസ്റ്റ്യൂമിനെ കുറിച്ച് നിങ്ങൾ എന്തായാലും അഭിപ്രായം പറയണം കേട്ടോ. കോസ്റ്റ്യൂം ഡിസൈനർ, ഞാൻ കഴിഞ്ഞേ മെഹന്തി ആർട്ടിസ്റ്റ് ആണ്, കോസ്റ്റ്യൂം ഡിസൈനർ ആണ്. ഇനി മേക്കപ്പും കൂടി പഠിക്കാനുണ്ട്, അതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർത്ത്. ഓക്കെ ശരി. ഞങ്ങൾക്ക് വൈറ്റ് ബ്ലാക്ക് വൈറ്റ് പുതിയ ഒരാളും കൂടി ജോയിൻ ആയിട്ടുണ്ട്. ഇതാണ് ഞങ്ങളെ കല്യാണം കഴിയാത്ത പാത്തു. ആ ഇവിടെ മാത്രല്ലേ ഉണ്ടാവുള്ളൂ കല്യാണം കഴിയാത്ത, ആര് വേണമെങ്കിലും പറഞ്ഞാൽ മതി. ബുക്കിംഗ് എടുക്കുന്നുണ്ട്, കോണ്ടാക്ട് നമ്പർ താഴെ കൊടുക്കാം. കൊടുത്തു നിന്നെ കാണുമ്പോ ഒരു മിനിറ്റ് ഷൂ നോക്കിയേ. അയ്യ ഷൂ നല്ല യാലാന്റെ ഷൂ നോക്കട്ടെ. വാലേക്കും സലാം. വരുന്ന പൈസ ആ ഇങ്ങളതാ കുഞ്ഞിക്ക് ഫസ്റ്റ് കൊടുക്കണ്ടത് ഈ നാട്ടിൽ അങ്ങനെ. ഞാൻ അപ്പന്നെ പറഞ്ഞു ATM പൈസ എടുക്കാന്. നമ്മമ്മന്റെ കുഞ്ഞി ഇതായിരുന്നു നോക്കട്ടെ. യാല ഷൂ കാണിച്ച്, യാല ഷൂ കാണിച്ച്, യാലാന്റെ ഷൂ കാണിക്ക്. ഫോട്ടോ എടുത്താൽ ഞങ്ങൾ പോവാ. ഗൈസ് ഒരു മെഹന്തി ഇട്ടതിന്റെ പോലെ ഇവലെ ബുക്കിംഗ് കിട്ടിയ ആബിച്ച കുറച്ച് ആബിച്ച ഇങ്ങോട്ടിറങ്ങി. നോമ്പ് കഴിഞ്ഞ അല്ല പെരുന്നാള് കഴിഞ്ഞില്ലേ, അടുത്ത പെരുന്നാളിലേക്ക് ഏപ്രിൽ 9 ബുക്കിംഗ് വന്നിക്കുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഏപ്രിൽ 18 ഒരു ബുക്കിംഗ് ഉണ്ട്. നോക്ക് ബാക്കി ഡേറ്റ് ഞാനിപ്പോ ഷെഡ്യൂൾ ചെയ്യേണ്ടത്ര. എത്ര രൂപ പെർ ഹെഡ് പെർ കൈക്ക് എത്രയാ? പെർ കൈക്ക് ഇപ്പൊ ഞാൻ ചാർജ് ചെയ്യുന്നത് 3000 ആണ്. 2 കൈക്കാണെങ്കിൽ 6000 വരും. പുറം ഉള്ളിലും കൂടിയിട്ട് ഇല്ല, ഇന്നില് മാത്രം. വെരി എക്സ്പെൻസീവ് മെഹന്തി ആർട്ടിസ്റ്റ്. നഗത്ത് മണി എക്സ്ട്രാ പൈസ ആവോ? നഗത്തും ഇട്ടിട്ടുണ്ട്, അത് ഞാൻ പഠിച്ചില്ല കേട്ടോ. ഗൈസ് എന്ത് മൊഞ്ചുണ്ട്, മാഷാല്ലാ. നോക്കട്ടെ ഇത് ഡിസൈൻ നോക്ക്. ആകെയുള്ള ഒരു കസിന്, പൊന്നോമന പുത്ര കുറച്ച് കാണാൻ പാങ്ങല്ലുള്ളത് ഇത് തന്നെ. അതിന്റെ കുട്ടി ഉണ്ടെന്നുള്ളൂ. ഇല്ല മാരീഡാണ് കേട്ടോ. യൂട്യൂബ് പെരുന്നാൾ പൈസ അല്ല ഇതാണ് നമ്മളെ കുട്ടി യാലമി. ചിരിക്ക് അവളിപ്പോ ഡിപ്രഷനിലാണ്. ഇങ്ങോട്ടൊക്കെ ചിരിക്ക്. പെണ്ണ് ഇഷ്ടപ്പെട്ടില്ല. താങ്ക് യു. നമ്മൾ ഉച്ചക്ക് ഫോട്ടോ എടുക്കാൻ വന്നപ്പം ഭയങ്കര വെയിൽ, നമ്മളൊന്നും നോക്കിയില്ല, പോയിട്ട് കിടന്നുറങ്ങി. അങ്ങനെ അവിടെ വന്നപ്പോൾ ഫുൾ ഈ വീടിൻ്റെ ചുറ്റും ആൾക്കാരായിരുന്നു. കുറച്ച് നേരം വെയിറ്റ് ചെയ്താണ്, ഈവനിങ് ആയി. നമ്മൾ വീഡിയോ എടുക്കാൻ പോവാം, വീഡിയോ ഫോട്ടോ ഒക്കെ. ദിസ് ഇസ് ദ മണവാളൻ. ഇത് മച്ചുൺചി. ഔട്ട്ഫിറ്റ് വേർത്ത് പറയോ? റോഡ്സ്റ്റർ ഷൂ. കുറച്ച് ഉറക്കനെ പറഞ്ഞ മൈക്കില്ല. എനിക്കറിയില്ല. പാന്റ്. അതും എനിക്കറിയില്ല. ഇത് ഷർട്ട്. അതും എനിക്കറിയില്ല. പിന്നെ എന്ത് കഥ? ഞങ്ങള് നല്ല ഉറങ്ങി പെരുന്നാൾ ഉറങ്ങി തീർത്തതാ രണ്ടാണ്. എന്തൊരു വെയില് പഠിച്ചോനീ, കോഴിക്കോട് പോലില്ല, ഇതിന് പകുതി വെയിലില്ല. എന്തൊരു വെയില്. ആയിക്കോട്ടെ, ഇനി നമുക്ക് എന്താ പ്ലാന്? പോവാണ്ട് വിശന്നിട്ട് വയ്യ, ഫുഡ് കഴിക്കാം. ഇത് നമ്മളെ ക്യൂട്ട് ഫാത്തിമ, ക്യൂട്ട് പോസ്റ്റ് വേണ്ട. ഇതും ഫാത്തിമ, ഫോട്ടോ എടുക്കുന്നതും ഫാത്തിമ, ഫോട്ടോ എടുത്തെടുത്താ നമ്മളെ ക്യൂട്ട് പോസസ് ഇട്ടാലേ അഭിച്ചിനെ ഇങ്ങനെയൊക്കെ നോക്കാം. രണ്ട് വാക്ക്. പെരുന്നാള് കൊണ്ടുപോയത് ഫാത്തിമ മഞ്ഞ ഡ്രസ്, അത് കറി വൈമാട്ടക്ക് മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് ഫാത്തിമ വന്ന്
നോക്കുമ്പോ എല്ലാരും മഞ്ഞ ഡ്രസ് അല്ലേ അങ്ങനെ പാത്തിന് ഫുള്ള് ചടിച്ചിരിക്കുന്നു ഞാൻ റോഡുമ്മൽ ഇറങ്ങിയപ്പോ മൊത്തം ഞാൻ വിചാരിച്ചു സ്കൂൾ വിട്ട് എല്ലാരും ഒരേ യൂണിഫോം ഇട്ട് നീ പറഞ്ഞ പെരുന്നാളിനെ കുറിച്ച് 2 വാക്ക്. നന്നായിട്ട് ഉറങ്ങണം. നീ ഉറങ്ങിച്ചു നേരത്തെ? നമുക്ക് പോപ്പർക്ക് പോയിട്ട് റോഡ് സൈഡ് വണ്ടി നിർത്തിയിട്ട് മാങ്ങ വെക്കുന്ന ചേച്ചി. ഞങ്ങളെ വീട്ടിൽ നിന്ന് മാങ്ങ കട്ടിന് വെച്ചു. അതിന് ചന ആക്കല്ലേ? ആ സ്മെല്ലുണ്ടോ? അതെങ്ങനെ ആക്കാം? അങ്ങനെ സ്വന്തം വീട്ടിൽ നിന്ന് മാങ്ങ കട്ട് തിന്നുന്ന വെച്ചു. ആ എന്റെ പപ്പാറിനുണ്ടല്ലോ, പപ്പാറിനുണ്ട സീന വിട്ടോ മാങ്ങ അരച്ചത്. പപ്പ അറിഞ്ഞണ്ടല്ലോ. അല്ലാ ഞാൻ പറയും, ഞാൻ പബ്ലിക്കിൽ അറിയും. ഉപ്പ ഉണ്ടറിയില്ല, ഉപ്പ അറിയാണ്ട് ഉപ്പാന്റെ വളപ്പിന്ന് മാങ്ങ പറിച്ച് പെണ്ണ് നോക്കുന്നുണ്ടോ? ആർക്ക് നമ്പർ കൊടുക്കണമെന്ന് വെച്ചോ? ഇത് മൂത്താന്റെ വലിയ മോള് മാത്രം, ചെറിയ മോളാക്കി അപ്പുറത്തുള്ള ചെറിയ മോള് മാത്രം അത് വലുതാക്കി. കുഞ്ഞ അസ്സലാം വലൈക്കും പറയും. അസ്സലാം വലൈക്കും എന്ന് പറയും. പൈസ തന്നോ? ബ്ലോഗില് കാണുന്നുണ്ട് പൈസ. എന്റെ ഓള് വരുന്നുണ്ട്, എന്റെ ഓള് വരുന്നുണ്ട്. എല്ലാരും പൈസ കൊടുത്തിട്ട് ഞാൻ കാണിച്ചത് പൈസ പൈസ എല്ലാം ഉണ്ട്. 2 നോട്ട് തരും. പണിയില്ല. ഉമ്മാനെ കാണിച്ചു കൊടുത്തിട്ടാ ചോദിച്ചോ? പറയേ ആരും ഉമ്മാനെ കാണിച്ചു കൊടുക്കേ. ആ ഉമ്മാനെ ആർക്കും ഉമ്മാനെ കണ്ടിട്ടില്ല. ഇതാ എന്റെ സന്തൂർ മമ്മിയാണ്. ഉമ്മ സന്തൂർ മമ്മി. കുഞ്ഞ ഇതെന്റെ ഉപ്പാന്റെ സിസ്റ്റർ. തസായി പറയും. തന്നു അവ തസ് കൊടുത്തു. നൂറ, നൂറ, സോറി നൂറ അല്ല, അത് ഇത് അല്ല. ആ ഇത് മൂത്താന്റെ അടുത്ത സ്പെഷ്യല്. ഇതിലെന്തെല്ലാം ഉണ്ട് നോക്കി വെച്ചു. ഇത് ബട്ടത്തില് അത് സെയിം തന്നെ. കടലച്ചതും സെയിം തന്നെ. പിന്നെ സറോട്ട് ഇത് അടുത്ത് നിന്നുപ്പെട്ട്. ഇത് എടുത്ത വെറൈറ്റി. ഇത് കേക്ക്. ഇതെന്ത് കേക്ക്? ഇതെന്ത് കേക്ക്? ഇതെന്ത് കേക്ക്? ബെട്ട് കേക്ക്. മുട്ടക്കേക്കും പഴംപൊരി. അടുത്തതായി നമ്മളെ കുടുംബത്തിലെ സുന്ദരിയും സുമുഖമായ ഷഹ്മ. ഷഹ്മ ഉണ്ട്. നീ അല്ലേ ഷഹ്മ? കാലത്തെ വന്നിട്ട് ഞാൻ പോയിട്ട് ഷഹ്മ എടുത്തോ. ക്ഷീണായി, ഫുൾ ടയർഡായി, എല്ലായിടത്തും പോയി, കുറേ ഇടത്തേക്ക് പോയി. അപ്പോൾ ഇത് ഡേ എൻഡ്, ബ്ലോഗും എൻഡ്. എനിക്ക് ക്ഷീണമില്ല, കുഴപ്പമില്ല. എങ്ങനെയുണ്ടായിരുന്നു കാസർഗോട്ട് പെരുന്നാൾ? കുഴപ്പമില്ല, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. യെസ്, അങ്ങനെ പറയും. അപ്പോൾ ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും വീഡിയോസ് വേണമെങ്കിൽ ഏത് വീഡിയോസാണ് വേണ്ടതെന്ന് കമന്റ് ചെയ്യാം. ഇതുപോലത്തെ തട്ടിക്കുട്ടി വീഡിയോ ആണെങ്കിൽ. പിന്നെ ഞങ്ങളുടെ അങ്ങനെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള വ്ളോഗൊന്നും അല്ല കേട്ടോ. നമുക്ക് കിട്ടുന്ന സമയം, ഓർമ്മയുള്ള സമയമൊക്കെയാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. ഇതിൽ നമ്മൾ കുറേ തെച്ചിപ്പൻ്റെ വീട്ടിൽ പോയതും ഒന്നും എടുത്തിട്ടില്ല. കുറേ ഫാമിലിൻ്റെ വീട്ടിൽ പോയി, അത് നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. അതൊന്ന് കാണിച്ചെടുക്കുക കുറച്ച്. വേണ്ട മ്യൂസിക് കോപ്പിറൈറ്റ് ആവും. അപ്പോൾ ഓക്കെ, ബൈ.